ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങോട്ടാണ് ഈ തിരക്കിട്ട് ഓടുന്നല്ലേ ഗൈസ്. ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാനൊക്കെ തിരക്കണം. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ തുണിയെല്ലാം കഴുകണമായിരുന്നു. അപ്പോൾ നീളിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചേക്കുന്നതും രണ്ട് കോഴിനെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് തുണിയെല്ലാം ഇലക്കിയിട്ട് പോകണം. അപ്പോൾ രാവിലത്തെ ഒരു പെട്ടെന്നുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് തുണി കുറേ കഴുകാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാ തുണിയും എടുത്ത് ഞാനെല്ലാം കഴുകി വാഷിംഗ് മെഷീനിൽ അടിച്ചു. മേളിൽ ടെറസിൽ ഉണങ്ങാനായിട്ട് ഇപ്പം വിരിച്ചിടേണ്ട താമസം. ഇപ്പോൾ ദേ വരും മഴ. അപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥ, ഇപ്പോൾ വെയിൽ പെട്ടെന്ന് വരും, 5 മിനിറ്റ് മഴ, 5 മിനിറ്റ് വെയിൽ, അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വിരിച്ചിട്ടുണ്ട്. ഇനി മഴ വരേണ്ട താമസമുള്ളൂ, ഓടി വന്നത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഉണങ്ങാതെ നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റില്ല. അപ്പോൾ നമ്മൾ വിരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ താഴെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീൻകറിയൊക്കെ സെറ്റ് ചെയ്ത് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡി. ഉച്ചയ്ക്ക് നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയിലയും നല്ല തോരനും തക്കാളി ഇച്ചിരി ഞെരടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയിലയും തോരനും സെറ്റാക്കി റെഡിയാക്കി ഫാസ്റ്റാക്കി എടുക്കണം ഗൈസ്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളതുകൊണ്ട് കുറച്ച് പണിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അയില പെട്ടെന്ന് ഫാസ്റ്റാക്കി റെഡിയാക്കി എടുക്കാം. പിന്നെ തോരനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. തോരൻ ഞാൻ നേരത്തെ അരിഞ്ഞെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫാസ്റ്റാക്കി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയെല്ലാം റെഡിയാക്കാൻ എളുപ്പമായിരുന്നു ഗൈസ്. പിന്നെ നല്ല തക്കാളി ഞെരടിയതും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടെങ്കിലും നല്ല തക്കാളി ചോറിൻ്റെ കൂടെ ഇല്ലെങ്കിൽ പച്ച തക്കാളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് ഞെരടി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതെല്ലാം ഫാസ്റ്റായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് എടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് നല്ല ചോറും അയിലക്കറിയും ഞെരടിയതും എല്ലാം കൂടെ ഒക്കെ ഇട്ട് കഴിച്ചതിന് ശേഷം ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വൈകിട്ടെത്തി കല്യാണത്തിന് പോവുകയാണ്. കല്യാണം നമ്മുടെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും ചേച്ചിയും കൊച്ചും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാനായിട്ട്. അത് നേരെ കുട്ടനാട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ബോട്ടൊക്കെ കയറി പോകണം. അപ്പോൾ ഒരു വ്ളോഗും കൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റായിട്ട് റെഡിയായിട്ട് പോവുകയാണ്. നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബോട്ട് പോയി ഗൈസ്. പിന്നെ ബോട്ടിന് ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നേരെ ഞങ്ങൾ ബോട്ടിട്ട് നിന്ന് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി, ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ ആലപ്പുഴ. ചെറുതിലേ തൊട്ടേ ഉള്ള നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ ബോട്ടിൽ വന്നാലും ബോട്ട് വിട്ടു പോകും. അങ്ങനെ നേരെ അപ്പുറത്ത് ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പിലേക്ക് നേരെ വണ്ടി എടുത്ത് നേരെ വിടുക, അല്ലാതെ വേറെ ഒരു വഴിയില്ല. പിന്നെ ബോട്ട് വരണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. നല്ല കാണാൻ എന്ത് രസമുള്ള ഗൈസ്. അങ്ങനെ നേരെ നമ്മുടെ ബോട്ട് വരുന്ന അടുത്ത സ്റ്റോപ്പ്, അതായത് നമ്മുടെ ബോട്ടിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചാടിച്ചിട്ട് അച്ഛൻ നേരെ നമ്മളെ ബോട്ട് കയറ്റാനായിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ആ കാണുന്ന സ്റ്റോപ്പിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിട്ടുപോയ ബോട്ട് ഇവിടെ നിരച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബോട്ട് വരും. അങ്ങനെ നമ്മൾ അതിൽ കയറി പോവാണ് ഗൈസ്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരെയും അവിടെ ചാടിച്ച് അച്ഛൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛനും നമ്മൾ ബോട്ട് കയറ്റി ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ബോട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ബോട്ടാണോ അല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ആ ബോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് വന്നപ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ ബോട്ടല്ലായിരുന്നു. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അതിലേക്ക് എറിച്ചറപ്ര അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ തുടങ്ങി, നമ്മുടെ ബോട്ട് എവിടെ, നമ്മുടെ ബോട്ട് എവിടെ. അപ്പോഴാണ് പറയുന്നത് നമ്മുടെ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളെന്ന് ആ ബോട്ടുകാരനായിട്ട്, അതായത് ഈ ബോട്ടിൻ്റെ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ട ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ട് അവിടെ വരുന്ന പോലെ തോന്നി. അപ്പോൾ കറക്റ്റായിരുന്നു, അവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിൽ കയറാനായിട്ട് റെഡിയായി. അച്ഛൻ അങ്ങനെ പോവുകയും ചെയ്തു. അത് ഞങ്ങൾ ആ ബോട്ടിൽ കയറി. വരുന്നു നമ്മുടെ ബോട്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കയറി നമ്മൾ നേരെ കുപ്പപ്പുറത്തേക്ക് വിട്ടു. പണ്ട് നമ്മൾ ബോട്ടിൽ ചാടി കയറി കഴിഞ്ഞാൽ ഇതുപോലെ അവൻ ഇരിക്കുന്ന പോലെ സൈഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ചെറുതിലേൽ നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ പിള്ളേർ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് അവൻ്റെ ഓരോരോ ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. അപ്പം നമ്മൾ നേരെ വേമ്പനാട്ട് കായലിലേക്ക് കയറി നമ്മുടെ വള്ളം കളി നടക്കുന്ന സ്ഥലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളെ ചെറുപ്പകാലവും നമ്മൾ ഈ വരമ്പിൽ കൂടെ നടന്നു പോയിട്ടുള്ള ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും.
ആഹാ! ബോട്ടിൽ കയറിയതിന്റെ ആ ഒരു സന്തോഷം കണ്ട് പല്ലില്ലാത്ത അപ്പൂപ്പൻ ചിരിക്കുന്നത് പോലെ. അങ്ങനെ ഒരാൾക്ക് ₹6 കേട്ടോ ടിക്കറ്റ്. എപ്പോഴും അമ്മയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. ഈ പ്രാവശ്യം നമ്മളാ കേട്ടോ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മൾ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു 10, 20 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. ദാ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ നമ്മൾ നേരെ കുപ്പപ്പുറം ജെട്ടിയിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറാകുമ്പോഴത്തേക്കും എല്ലാവരും ആ സൈഡിൽ വന്ന് നിൽക്കണം. എന്നാലേ പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റുള്ളൂ. കയറാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചാടി ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. A83 എന്ന് നമ്മുടെ കാവാലം ബോട്ടായിരുന്നു നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം നമ്മൾ ബോട്ടിന് ടാറ്റയൊക്കെ കൊടുത്ത് നേരെ ഇനി അവിടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ചങ്ങ് അകത്തേക്ക് നടക്കാനുണ്ട്. ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ യാത്രയാക്കി ഗൈസ്. ഇനി നമ്മൾ കുറച്ചങ്ങ് അകത്തേക്ക് നടക്കണം. അങ്ങനെ കുപ്പപ്പുറം ജെട്ടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു പോസ്റ്റിൽ ഇതൊക്കെ കാണും. കുപ്പപ്പുറം പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണും. അവിടെ നേരെ അതിൻ്റെ ഇടവഴി കൂടി ഇങ്ങനെ പോകണം. കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടന്നു വേണം. എവിടെയൊക്കെ ഇങ്ങനെ തെന്നി കിടക്കുവാണ് നമ്മൾ, അല്ലെങ്കിൽ അലച്ച് തല്ലി താഴെ വീഴും. അങ്ങനെ കുറച്ചങ്ങ് നടന്നു പോകണം. ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല രീതിയിൽ നല്ല തെന്നലുണ്ട്. അപ്പം തെന്നി തോട്ടി പോകാതെ നമ്മൾ സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ. കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് റോഡ് കാണാം. തോട് പോലെ തന്നെ നല്ല അടിപൊളി റോഡ് തന്നെ ഇവിടെയുണ്ട്. ഇവിടെ നേരെ കൽക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. മഴയായാൽ പിന്നെ പറയണ്ട, നല്ല ചെളിയൊക്കെ ആയി നല്ല സെറ്റായിട്ട് കിടക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഈ വഴി നടന്ന് പോകാനായിട്ട്. നമ്മൾ ക്യാമറയൊക്കെ നോക്കി പോവുകയാണെങ്കിൽ നേരെ തോട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കണ്ടില്ലേ, ചില സ്ഥലത്ത് കൽക്കെട്ട് കാണത്തില്ല. അതിങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് കൽക്കെട്ട് കാണാം. പണ്ട് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും നമ്മളൊരു വരവാണ് ഇവിടെ. 2 മാസം നിൽക്കാനും ഇവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും ചൂണ്ടയിടാനും ഒക്കെ നമ്മളിവിടെ വന്ന് നല്ല എൻജോയ് ചെയ്യുന്ന സ്ഥലത്ത്. ഇപ്പൊ അങ്ങനെ പിള്ളേർ കളിക്കാനോ തോട്ടിൽ കുളിക്കാനോ ഒന്നും കാണാനില്ല. എല്ലാവരും ഫോണിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ഈ 2 വഴി കൂടെ പോവാം. അങ്ങോട്ട് നേരെ വേണേൽ പോവാം, പിന്നെ ഇങ്ങോട്ടും വരാം. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. കാരണം കൊച്ചുള്ളതുകൊണ്ട് അവൻ വല്ല തോട്ടിലോട്ടോ ചാടിയേ തീർന്ന്. അതുകൊണ്ട് നമ്മൾ നടന്ന് നേരെ റോഡിലേക്ക് കയറി കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല വണ്ടി വരുന്ന റോഡൊക്കെയാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ നടന്നു പോകാം. നേരത്തെ ഇതുവഴിയൊക്കെ നമുക്ക് അങ്ങനെ നടന്ന് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നേരെ തോട്ടിൽ നിന്ന് നടന്ന് നേരെ നമ്മൾ കണ്ടത്തിന്റെ നടുക്ക് വന്നു ഗൈസ്. കണ്ടത്തിന്റെ നടുക്കിൽ വരമ്പിലൂടെ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നല്ല വീതിയുള്ള റോഡ് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ റോഡിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ഷോയൊക്കെ കാണിച്ച് നേരെ നടന്ന് അങ്ങോട്ട് കല്യാണ വീട്ടിലേക്ക് പോകാനായിട്ട് പോന്നു. അപ്പോൾ ദേ 2 പേര് വരുന്നില്ല. അവർ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കാണുന്ന പരിചയമുള്ളവരായിരുന്നു. അങ്ങനെ അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പയ്യെ അങ്ങനെ കുറേ നടന്ന് നമ്മൾ നേരെ കല്യാണ വീട് എത്താറായി ഗൈസ്. അവിടെ ദൂരെ നോക്കി കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ അകത്തേക്ക് കയറാൻ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാലം, കുഞ്ഞി പാലം അങ്ങോട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ റോഡിൻ്റെയും അപ്പുറത്തെ കായലിൻ്റെയും നടുക്കായിട്ട് ജസ്റ്റ് ഒരു വരമ്പ് പോലെ ഉണ്ട്. അതിൽ നിന്ന് ഇറങ്ങി വേണം നമ്മൾ കല്യാണ വീട്ടിലോട്ട് കയറാനായിട്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് സീനറിയൊക്കെ ഞാനിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ അവിടെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ അപ്പം ഋത്തിക്കും അവിടെ നിന്ന് വരുന്നില്ല. കാരണം അവൻ അങ്ങോട്ടൊക്കെ കണ്ടത്തിലേക്കും കായലിലേക്കും അവിടെ ബോട്ടിലേക്കും ഒക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവനെ വിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ ഇതിലൊരു വരമ്പിൽ കൂടെ ഇറങ്ങി നേരെ കല്യാണ വീട്ടിലേക്ക് കയറാൻ പോകണം കേട്ടോ. അവർ ഈ സൈഡിലായിട്ടായിരുന്നു ഫുഡും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ചെറിയ വഴി ഇട്ടിട്ട് അപ്പുറത്ത് വീട്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു വഴി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വഴി കയറി അപ്പുറത്ത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. പണ്ടത്തെ ആ ഒരു കല്യാണ വീട്ടിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നപ്പോഴത്തേക്കും നല്ല കായൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തോട്ട് കുറച്ചൊക്കെ നടന്നു. അങ്ങനെ അവിടെയൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് നല്ല ബിരിയാണിയും ബൊഫെ പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറും മോരും തോരനും ഒക്കെയായിരുന്നു എടുത്തത്. ഇവിടെ 2 പേര് ബിരിയാണി ആയിരുന്നു എടുത്തത്. ബിരിയാണി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോറും മോരും കൂട്ടിയായിരുന്നു കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നേരത്തെ തിരിച്ചു പോകുന്നില്ലെങ്കിൽ നമുക്ക് രാത്രി ബോട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരത്തെ ഒരു 7:15 ആകുമ്പോഴത്തേക്കും ബോട്ടിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയായപ്പോൾ ഈ ഒരു ആംബിയൻസ് ആയിരുന്നു കല്യാണ വീട് കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഞങ്ങൾ നേരെ കറക്റ്റ് ഒരു 7:30 ആയപ്പോഴത്തേക്ക് ബോട്ട് വന്നു. അങ്ങനെ ബോട്ടിൽ കയറി. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി കേട്ടോ. ബോട്ടിൻ്റെ ഫ്രണ്ടാണിത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ടൗണിലേക്ക് ടിക്കറ്റ് എടുത്തു.
നൈറ്റിലും കുട്ടനാട് കാണാനായിട്ട് എന്ത് രസമല്ലേ. കറക്റ്റ് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു ആ ഒരു ഈവനിങ്ങിൽ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ മഴ പൊടിക്കാൻ തുടങ്ങിയായിരുന്നു. മഴ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബോട്ട് കിട്ടിയതും ഭാഗ്യം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ടൗണിലെത്തി. അങ്ങനെ അച്ഛൻ വന്നു, നമ്മൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു 8 മണി 8:15 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ നേരെ മഴ ജസ്റ്റ് അപ്പോഴത്തേക്കും ടൗണിൽ പെയ്ത് കഴിഞ്ഞായിരുന്നു. നമ്മുടെ ഇത് അശോക ബേക്കറി അതിൻ്റെ വാതിക്കോട് ടൗണിലൂടെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതായി എത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എല്ലാ വീഡിയോസും ഫുള്ളായി വാച്ച് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ടാറ്റാ, സീ യു സൂൺ, ബൈ.